ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ജ്യൂസാണ്. ഈ ചൂടിനും അതുപോലെ തന്നെ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ മിക്സഡ് ജാർ എടുത്ത് കൊടുക്കുന്നു. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. ഇത് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോപ്പറിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ടും കട്ട് ചെയ്യുക. നമുക്ക് അരിഞ്ഞ് കിട്ടണം. അത് വലിയ വലിയ പീസാകുമ്പോൾ അത് അരിയില്ല. അപ്പോൾ അതുപോലെ ചെറിയൊരു പീസാക്കിയിട്ട് നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഓറഞ്ചാണ്. ഓറഞ്ച് 2 ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ കട്ട് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഉള്ളത്തെ കുരു കിട്ടുള്ളൂ. കുരു പെടാൻ പാടില്ല. കുരു പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജ്യൂസ് ഇരിക്കും തോറും കയ്പ്പ് കൂടും. അപ്പോൾ ഒരു കുരു പോലും അതിലില്ലാതെ ഇതുപോലെ കട്ട് ചെയ്ത് കുരു ഈസിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് അരയാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് അരയില്ല, അറിയാതെ കിടക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അരയാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷുഗറാണ്. ഷുഗർ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറവ് വേണ്ടവർക്ക് കുറവ് ഇട്ട് കൊടുക്കുക, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ. നമ്മളെ ഷുഗർ എത്ര നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളമല്ലേ ജാറിൽ ഒഴിച്ച് കൊടുത്തത്. ഇനി എനിക്ക് ഇത്ര കൂടി വെള്ളം വേണം ജ്യൂസിന്. അപ്പോൾ ആ വെള്ളം ഞാൻ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തന്നെ ഞാൻ ഇത് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കുന്നത്. ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ചാൽ അതിൽ നിന്ന് പുറത്ത് പോകും. ആ വെള്ളത്തിലേക്ക് അതിൻ്റെ ആ തരിയും കൂടി വരും. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു സ്പൂൺ അതിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറേ നേരം കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ തന്നെ അത് നല്ല അതിൻ്റെ ആ എല്ലാ നീരിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഞാൻ കുറച്ച് അത് കുറഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ബാക്കിയുള്ള ജ്യൂസ് കൊണ്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഫുള്ളായി ഒഴിച്ചാൽ അത് പകുതി പുറത്തേക്കായിട്ട് ചാടും. അതുകൊണ്ട് ഞാൻ കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതുപോലെ തന്നെ ആക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുത്തത് ഇതുപോലെ ലാസ്റ്റ് ഇതേപോലെ നമുക്ക് കിട്ടും. അതെല്ലാം അതിൻ്റെ എല്ലാ നീരും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് മാറ്റാം. ഈ കുറച്ച് കസ്കസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു നാരങ്ങയാണ്. നാരങ്ങയുടെ ഒരു ഹാഫ് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ മുഴുവൻ വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാൻ. കുരു പെടാൻ പാടില്ല. ഓറഞ്ചിൻ്റെ ഇടയിൽ കുരു പെടാൻ പാടില്ല. കുരു പെട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അടിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് കയ്പ്പ് വരും. പിന്നെ നമുക്ക് അടുത്ത് വെച്ച് കുടിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് കുരു പെടാതെ നോക്കണം പറഞ്ഞത്. ഇതും ഹാഫ് ഭാഗം പിന്നെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ കുരു കളഞ്ഞിട്ട് നന്നായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. ഇനി നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതാ ഒരു നാരങ്ങ മുഴുവൻ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് മധുരമൊക്കെ നോക്കി എൻ്റെ മധുരമൊക്കെ പാകമാണ്. കുറവുള്ളവർക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അവിടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇതാ ക്യാരറ്റും ഓറഞ്ചും ഒക്കെ മിക്സായി രണ്ടും നല്ല വിറ്റാമിൻ ഉള്ളതാണ്. അപ്പോൾ ഈ നോമ്പ് സമയത്താണെങ്കിൽ പകൽ മുഴുവൻ നമ്മൾ നോമ്പെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ ഇതുപോലെ കുടിച്ച് നോക്കുക. നല്ലൊരു ഡ്രിങ്കാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.